ബഹുമാനപ്പെട്ട MLA മാത്യു ടി തോമസ്, മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സച്ചിൻ ഫിലിപ്പ് സർ, നമ്മുടെ സീനിയർ അക്കാഡമിക് സൂപ്പർവൈസർ ബോബി സർ, കുട്ടികളെ പ്രതിനിധീകരിച്ച് ഹെഡ് ബോയും ഹെഡ് ഗേളും ഇവിടെ വന്നിട്ടുണ്ട്. അധ്യാപകരെയും മാതാപിതാക്കളുടെയും പ്രതിനിധികളും നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. 6/7/24 ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ഒരു മീറ്റിംഗ് ഞങ്ങളുടെ സെക്രട്ടറി സരോജ് പി എബ്രഹാം സാറിന്റെ അധ്യക്ഷതയിൽ ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് കൂടുകയുണ്ടായി. അപ്പൊ ഗോൾഡൻ ജൂബിലി 50 വർഷം പൂർത്തിയാക്കി. ഇത് ഞങ്ങൾ 52ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു ഭവനം വെച്ചു കൊടുക്കാൻ പറ്റിയാൽ നന്നായിരുന്നു എന്നൊരു ആലോചന പറഞ്ഞു. അത് മാനേജ്മെന്റും മറ്റുള്ള അന്ന് അവിടെ മീറ്റിംഗിൽ സന്നിഹിതരായിരുന്ന 70 അധ്യാപകരും കൈയടിച്ചത് പാസ്സാക്കി. ഇന്ന് 1 വർഷം പൂർത്തിയായില്ല. അതിനു മുമ്പ് ദൈവത്തിന്റെ സഹായത്താൽ ഞങ്ങൾക്ക് ഈ വീട് പണി പൂർത്തിയാക്കാൻ കഴിയും. അതിന് നമ്മൾ കുട്ടികളും മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും മാനേജ്മെന്റും നമ്മളെ സഹായിച്ചു. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് ഈ വീട് പണി നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. ഈ സമയത്ത് ഞങ്ങളുടെ സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിന്റെയും ഗ്രൂപ്പ് ഓഫ് സ്ഥാപനങ്ങളുടെയും പ്രിയപ്പെട്ട ബേബി സാറിനെ, സ്ഥാപകനായ ബേബി സാറിനെയും സാറിന്റെ പത്നി മേരി എബ്രഹാമിനെയും നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. അതുപോലെ മാനേജ്മെന്റിന്റെ എല്ലാ പ്രതിനിധികളെയും ഈ സമയത്ത് നന്ദിയോടുകൂടെ അവർക്കൊരിക്കൽ കൂടി നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ഈ ഭവനം പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാ ആൾക്കാരോടും ഈ സമയത്ത് ഞാൻ ഒരു വാക്ക് നന്ദിയും പറയുകയാണ്. പിന്നെ ഇതിനെ സഹായിച്ച ദൈവത്തിന്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കൈകൂപ്പി ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഔദ്യോഗികമായി ഈ കീ ഞാൻ ബഹുമാനപ്പെട്ട MLAക്ക് കൈമാറും. സാറായിരുന്നു. പിന്നെ ഇതിന്റെ കോൺട്രാക്ടേഴ്സ്, എല്ലാ കോൺട്രാക്ടേഴ്സിനോടും ഇവരോടുള്ള നന്ദി പറയുന്നു. സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിന്റെ ഈ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണ്. സത്യത്തിൽ നമ്മൾ ഇന്ന് ഒരു വിദ്യാഭ്യാസ പരിപാടിയിലാണ് പങ്കെടുത്തത്. കുട്ടികളുടെ പ്രതിനിധികൾ 2 പേര് മാത്രമേ ഉള്ളൂ എങ്കിലും കുട്ടികളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ ഭവനം പൂർത്തീകരിച്ചത്. അറിവ് സമ്പാദിക്കുന്നതിൽ അവസാനിക്കുന്നതല്ല വിദ്യാഭ്യാസം. സംശിഷ്ടങ്ങളെ സ്നേഹിക്കാനും ആർജിക്കുന്ന അറിവും സ്വായത്തമാകുന്ന വിഭവങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തി കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ കർത്തവ്യങ്ങളൊന്നാണ്. അതുകൊണ്ട് നമ്മളിന്ന് പങ്കെടുത്തത് ഒരു വിദ്യാഭ്യാസ പരിപാടിയിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സ്കൂളിന്റെ പ്രിൻസിപ്പൽ മിനി ടീച്ചർ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇത്തരം നിരവധി സംരംഭങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. സുജയ്ക്ക് ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായത് അതിന് മനസ്സ് വെച്ച എല്ലാ ആളുകളെയും പങ്കാളികളെല്ലാവരെയും ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. കൂടുതൽ സമ്പാദിക്കുന്നതിലല്ല, കൂടുതൽ നൽകുന്നതിലാണ് നമ്മുടെ ധന്യത കുടികൊള്ളുന്നത് എന്ന ബോധ്യം കുട്ടികൾക്ക് പകർന്നു നൽകാൻ ഈ ഉദ്യമത്തിലൂടെ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. Thank you, sir.